അധ്യക്ഷൻ ശ്രീ സന്തോഷ്, ആദരണീയനായ മിനിസ്റ്റർ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, വിനോദായിട്ട് പ്രഭാഷകനായിട്ട് ജില്ലാ രാധാകൃഷ്ണൻ മാത്രം, സദസ്സിലിരിക്കുന്ന എല്ലാ മന്യവ്യക്തികളും എല്ലാവർക്കും നമസ്കാരം. ഒരു സമ്മേളനം ആണ് ഇവിടെ നടത്തുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ മുഖപ്രഭാവനായ കേരളത്തിന്റെ ആധുനിക റവല്യൂഷണറി സോഷ്യൽ റിഫോമർ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പുതുയുഗത്തിന് തുടക്കം കുറിച്ച മഹാനായ ഒരു ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിന്റെ ഈ കോളേജിൽ ഇങ്ങനൊരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ കൂടുതൽ അതിന് ഒരു ശക്തിയും ഒരു അർത്ഥവും ഉണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, കർമ്മം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക, സംഘടന കൊണ്ട് ശക്തരാവുക തുടങ്ങിയ ഉത്ബോധനം നടത്തിയ ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിലുള്ള ഈ ഗുരു ഔപചാരികത ചെയ്തിട്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. അല്പസമയത്ത് പോകാനല്ല, എൻ്റെ വാദങ്ങൾ നൽകണമെന്ന നീതമായ വിദ്യാഭ്യാസ നവോത്ഥാനത്തിൽ ഒരു ശുക്രനക്ഷത്രമായി വികസിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ അന്തരീക്ഷത്തിൽ അതിലുപരി ഗുരുദേവന്റെ 97ാമത് സമാധി ദിനം ഏതാണ്ട് ഇപ്പോൾ 1:30 മണി, ഒരുപക്ഷെ 97 വർഷം മുമ്പ് 4 മണിക്കാണ് ഗുരുദേവൻ സമാധി അടയുക. ഇത്രയും എല്ലാം ഒത്തുചേർന്നൊരു അസുലഭ മുഹൂർത്തത്തിലാണ് ഗുരുവിനെ കുറിച്ച് അല്പസമയം സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. ആദ്യമായിട്ട് ഈ കാര്യം എനിക്ക് അനുവദിച്ചു തന്ന സംഘാടകരെ ഞാൻ പ്രത്യേകം അവരോട് നന്ദി പറയുന്നു. ദൈവദർശനത്തിന് നൂറ്റാണ്ട് കഴിക്കും. ദൈവമേ കാത്തുകൊള്ളുന്ന കൈവിടാതിങ്ങും ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കൊരു ആവിവൻ തോണി നിൻ പദം. ഇത് സാധാരണ ഒരു കവിതയോ ശ്ലോകമോ പ്രാർത്ഥനയോ ഇല്ല, ഇതൊരു ദർശനമാണ്. 56ാമത്തെ വയസ്സിലാണ് ആപ്പിൾ കമ്പനിയുടെ CEO ആയ സ്റ്റീവ് ജോബ് ക്യാൻസർ വന്ന് മരിക്കുന്നത്. അദ്ദേഹം മരണക്കിടക്കയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ സഞ്ചരിക്കാൻ അനേകം വാഹനങ്ങൾ ഉപയോഗിച്ചു. എന്നെ ഒരിടത്തു നിന്ന് മറ്റിടത്ത് കൊണ്ടുപോകാൻ എനിക്ക് മാത്രമായി വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് എന്നെ അപ്പുറത്തെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ വീൽ ചെയറാണുള്ളത്. ലോകത്തിൽ ഏറ്റവും വില കൂടിയ ആഹാരങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇന്ന് നിരുന്നാണ് എന്റെ ആഹാരം എന്ന് തുടങ്ങി അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ മനുഷ്യനെ കുറിച്ചുള്ള ചില ദർശനങ്ങളുണ്ട്. അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങൾ ഗുരുദേവ ദർശനമായിട്ട് ഗുരു പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എത്ര പൊരുത്തപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾക്ക് 5 കോടിയുടെ, ഇന്ന് ഒരു പത്രവാർത്ത വായിച്ച ഒരു നടൻ ബോംബെയിൽ 30 കോടിയുടെ വീടെടുത്തിട്ട് അമ്മയെ അവിടേക്ക് കാണാൻ കൊണ്ടുപോകുന്നു. 30 കോടിയുടെ വീട് ഇഷ്ടമാണ്. സ്റ്റീവ് പറയുന്നു, താമസിക്കാൻ ഒരു വീട് മതി. നാരായണ ഗുരുദേവൻ എത്ര കോടിയുടെ ഫ്ലാറ്റിലോ വീടിലോ കൊട്ടാരത്തിലോ ആണോ ജനിച്ചത്? ലോകത്തെ ചലിപ്പിച്ച ശ്രേഷ്ഠ ഭഗവാൻ ഒരു സെൻട്രൽ ജയിലിലല്ലേ ജനിച്ചത്? ലോക ചക്രം തിരിച്ചവരെല്ലാം ജനിച്ചതെവിടെ, മരിച്ചതെവിടെ, ജീവിച്ചതെവിടെ എന്ന് നമ്മളെല്ലാം പഠിക്കുന്നു. നമ്മൾ മനുഷ്യൻ
ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് വയനാട്ടിൽ കണ്ട ഒരു കാഴ്ച. ഒരു രാവ് വെളുത്ത് വരുമ്പോ ആളുകൾ മാത്രമല്ല, അവർ താമസിച്ച വീടില്ലേ, അവിടെയാണ് ഒരു ദൈവദർശനത്തിൽ പറയുന്നത്, ദൈവമേ കാത്തുകൊള്ളുമെന്ന് കൈവിടാതിങ്ങോ ഞങ്ങളെ, ഈശാവാസമിതം സർവം എന്ന ഉപനിഷത്തിന്റെ ആ ഒരു തത്വമാണ് മലയാളത്തിന്റെ ഒരു ദർശനമായിട്ട് ഗുരുദേവൻ അവതരിപ്പിച്ചത്. നാരായണ ഗുരുസ്വാമിയെ കുറിച്ച് എഴുതിയ എല്ലാ പുസ്തകങ്ങളും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നമുക്കറിയാം, നമ്മൾ ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മുടെ കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നമുക്കറിയാം, തളാപ്പമ്പലത്തിൽ അവിടെ സ്വന്തമായി നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. അവിടെ ഇതുപോലുള്ള പല പരിപാടികൾക്കും ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിലും അതൊന്നും ഒരു ആയുസ്സില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. രക്ഷിതാക്കന്മാർക്ക് പോലും താല്പര്യമില്ലാത്ത കാര്യമാണ് ഇതുപോലത്തെ വിഷയങ്ങൾ. ആദ്യമൊക്കെ നമ്മൾ നിർബന്ധിച്ച് പറയുമ്പോൾ ആവേശത്തിൽ കുറച്ച് അയക്കും, പിന്നെ അവിടേക്കും അവരുടെ എക്സാം ആവും, ക്വാർട്ടർ എക്സാം, അപ്പീൽ എക്സാം, ആനുവൽ എക്സാം, ഇതൊക്കെ വരുമ്പോൾ ആ എക്സാമിന്റെ പ്രഭാവത്തിൽ ഇതൊക്കെ അസംപ്രദമായി പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറിച്ച് കൊല്ലത്തിൽ ഇതുപോലെ ഒരു സമാധിക്കോ അല്ലെങ്കിൽ ഒരു ജയന്തിക്കോ മാത്രം ഒരു 10 പേര് സംസാരിച്ചത് കൊണ്ട് ഒരു ഗുണവും കിട്ടില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഈ വക കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ഇടം കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ നമ്മളിൽ നിന്ന് ശരിയായ ഒരു പ്രയത്നം ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതെൻ്റെ മനസ്സിൽ ഞാൻ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്തോ എനിക്കറിയില്ല. എന്നിരുന്നാലും ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പറയുക, അത്രയേ ഇവിടെ നടന്നിട്ടുള്ളൂ. ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവണം. ഞാൻ ഇവിടെയുള്ളവരോട് പറയുന്നത് എന്താ വെച്ചാൽ, ഗുരുദേവന്റെ കൃതികൾ ഇപ്പം രാധാകൃഷ്ണൻ ചില പുസ്തകങ്ങളുടെ എനിക്ക് അത്ഭുതം തോന്നും. അവരുടെ വീട്ടിൽ പോയാൽ കാണുന്ന ലൈബ്രറി, അവർ റെഫർ ചെയ്യുന്ന പുസ്തകങ്ങളും അതൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നും. ഒരു മനുഷ്യന് ഇത്രയൊക്കെ സാധിക്കുമോ എന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അത്രയൊന്നും വേണ്ട. ഗുരുദേവന്റെ കൃതികൾ മാത്രം, എല്ലാ കൃതികളും വേണ്ട, തിരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ച് കൃതികൾ, അത് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും നമ്മൾ ഇന്ന് സമൂഹത്തിന് ആവശ്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായി പറയുന്നു.